ഹായ് എവ്രി വൺ, വെൽക്കം ടു കാനൻ ടോക്സ്. 90% കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും പരീക്ഷയെ പേടിയാണ്. ഒരു പരിധിവരെ പരീക്ഷ പേടി നല്ലതാണ്, കാരണം കൂടുതൽ പഠിക്കാൻ അവർക്ക് തോന്നും. പക്ഷെ അധികമായി കഴിഞ്ഞാൽ ഈ പരീക്ഷ പേടി അവരുടെ കോൺഫിഡൻസിനെ നശിപ്പിക്കും, അവർക്ക് മാനസിക സംഘർഷം ഉണ്ടാവും, ഡിപ്രഷനും ഉണ്ടാവും. ചില കുട്ടികൾ എത്രയധികം പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും എക്സാം ഹാളിൽ പോകുമ്പോൾ ബ്ലാക്ക് ഔട്ടായി പോകും, കംപ്ലീറ്റ്ലി മൈൻഡ് എം ടി ആവും. പഠിച്ചതൊന്നും അവർക്ക് ഓർക്കാൻ കഴിയില്ല, ഒന്നും എഴുതാനും സാധിക്കില്ല. അപ്പോൾ ഈ പരീക്ഷ പേടിയുള്ള കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് 3 ബുദ്ധിമുട്ടുകളാണ് ഉള്ളത്. ഒന്ന്, നോ കോൺസെൻട്രേഷൻ, ഏകാഗ്രത കിട്ടുന്നില്ല. 2, ദേ ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. 3, ദേ കാൺട്ട് മെമ്മറൈസ്, ഒന്നും ഓർമ്മിക്കാൻ കഴിയുന്നില്ല. ഈ 3 കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നേരത്തെ തന്നെ ചെയ്യുന്നില്ല. ഡെയിലി പഠിക്കുകയും ആഴ്ചയിൽ ആ ഡെയിലി പഠിപ്പിച്ച കാര്യങ്ങൾ ആ ആഴ്ചയിലെ കാര്യങ്ങൾ റിവൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. എല്ലാ ലെസൺസും കൂടി എക്സാമിൻ്റെ അടുത്ത് വരുമ്പോൾ പഠിക്കാൻ ശ്രമിക്കുകയും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ കുഴപ്പങ്ങളുണ്ടാവും. സ്ട്രെസ്സും ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ എന്താ വിചാരിക്കേണ്ടത്? എക്സാംസിൽ നിന്ന് അവർക്ക് ഒരിക്കലും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല, അത് അനിവാര്യം തന്നെയാണ്. അപ്പോൾ വളരെ ധൈര്യത്തോടു കൂടി എക്സാംസിനെ നേരിടണമെങ്കിൽ എക്സാംസിന് വേണ്ടി നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തേ മതിയാവുള്ളൂ. ചില കുട്ടികൾ വളരെ ലേസിയായി കാണാറുണ്ട്, പഠിക്കാൻ വളരെ മടിയാണ്. എന്തുകൊണ്ടാണ് ലേസിനെസ്? ലേസിനെസ് ഇസ് ബിക്കോസ് ഓഫ് പുവർ ഗോൾസ് ഓർ ലോ ഗോൾസ് ഇൻ ലൈഫ് എന്ന് പറയാം. ഒരു തരത്തിലുള്ള ലക്ഷ്യബോധവും ഇല്ലാത്ത കുട്ടികൾ, അതല്ലെങ്കിൽ സബ്ജക്ട്സിനോടുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ ഈ പഠിക്കാനുള്ള മടി കാണും. എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ അവർ കണ്ടുപിടിക്കും. ഇനി പരീക്ഷ പേടിയുള്ള കുട്ടികളുടെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇന്ന് ഏറ്റവും പ്രധാന കാരണം എക്സാംസിന് വേണ്ടിയിട്ട് വളരെ വൈകി പ്രിപ്പയർ ചെയ്യുന്നത് ഏറ്റവും പ്രധാന കാരണം. അവർക്കൊരു ലക്ഷ്യബോധം ഇല്ലാത്തത് ഒരു കാരണം, അവർക്ക് സബ്ജക്ട്സിനോടുള്ള ഇൻട്രസ്റ്റ് ഇല്ലായ്മ ഒരു കാരണം. ഇത് കൂടാതെ തന്നെ അവർ പറഞ്ഞൊരു കാര്യമാണ്, വായിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ല, അല്ലെങ്കിൽ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഈ വായിച്ചിട്ട് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ പഠിക്കാൻ തുടങ്ങണം. ഏറ്റവും ഒടുവിൽ നമ്മൾ പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ലെസൺസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, പഠിച്ചതൊന്നും മനസ്സിൽ ഓർമ്മയിലുണ്ടാവില്ല. വായിച്ചാൽ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം, എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്, നമുക്ക് വായിച്ചാൽ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അടിസ്ഥാന ഭാഷാജ്ഞാനം ഉണ്ടാവണം. ഈ അടിസ്ഥാന ഭാഷാജ്ഞാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? വായനാശീലം ഉണ്ടാവണം. അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചെറുപ്പം മുതൽക്കേ തന്നെ അവരെ കൊണ്ട് ന്യൂസ് പേപ്പേഴ്സ് വായിപ്പിക്കുക. അത് ഇംഗ്ലീഷിലായിക്കോട്ടെ മലയാളത്തിലായിക്കോട്ടെ, പീരിയോഡിക്കൽസ് അല്ലെങ്കിൽ മാഗസിൻസ്, പിന്നെ സ്റ്റോറി ബുക്സ്, ഇതൊക്കെ അവരെ കൊണ്ട് വായിപ്പിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ അവരുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അവർക്ക് കൂടുതൽ വാക്കുകൾ അറിയാമെങ്കിൽ മാത്രമാണ് അവർക്ക് പാഠഭാഗങ്ങൾ വായിച്ച് അത് മനസ്സിലാക്കി അത് റിപ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടിസ്ഥാനമായിട്ടുള്ള ഭാഷാജ്ഞാനം ഉണ്ടാവണം. മൂന്നാമത്തത്, ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇമോഷണൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പഠിക്കാനിരിക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച്, വീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് അങ്ങനെ സമയം കളയുക, അതല്ലെങ്കിൽ ക്ലാസ്സിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അങ്ങനെ ഇരിക്കുക, എന്തെങ്കിലും സങ്കടകരമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തിരിക്കുക, അതല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഡേ ഡ്രീമിങ്സ്, ദിവാസ്വപ്നം കണ്ടിരിക്കുക എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ പഠന സമയം അങ്ങനെ തന്നെ കുറേ പോവും. ഇങ്ങനെ ഒരു ഹാബിറ്റ് നമുക്കുണ്ടെങ്കിൽ കുട്ടികളായ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് എന്താണ്? കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കുന്ന ശീലമാണ് ഉള്ളതെങ്കിൽ ഇടയ്ക്കൊന്ന് നടന്ന് പഠിച്ചു നോക്കുക. പിന്നെ പതുക്കെ വായിക്കുന്ന ശീലമാണെങ്കിൽ ചില സമയങ്ങളിലൊക്കെ ഉറക്കെ വായിക്കുക. അപ്പോൾ പഠിക്കുന്ന ഏരിയ എപ്പോഴും ഒരേ സ്ഥലത്ത് ഇരിക്കാതെ വേറെ സ്ഥലങ്ങളിൽ മാറിയിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ വരുത്തുമ്പോഴേക്കും ഈ ദിവാസ്വപ്നം കാണാതൊക്കെ നിൽക്കുകയും പഠനത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ സാധിക്കുകയും ചെയ്യും.
പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. അതെപ്പോഴും മാതൃഭാഷയാണെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ വളരെ വേഗത്തിൽ പാഠഭാഗങ്ങൾ മനസ്സിലാക്കുവാനും അത് പഠിക്കുവാനും അത് റിപ്രൊഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ പ്രകടിപ്പിക്കുവാനും ഒക്കെ വളരെ വേഗത്തിൽ കഴിയും. അതല്ല അത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെ പഠന പ്രക്രിയ ഇത് മാതൃഭാഷയിലല്ലെങ്കിൽ ആ ഏത് ഭാഷയിലാണോ പഠന പ്രക്രിയ നടക്കുന്നത്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആണെങ്കിലും ആ ലാംഗ്വേജ് വീട്ടിലും സ്കൂളിലും ഈ കുട്ടികൾക്ക് അത് പരിചിതമാക്കി കൊടുക്കണം. എന്നാൽ മാത്രമാണ് പഠനം വളരെ വേഗത്തിൽ നടക്കുകയുള്ളൂ. ജീവനുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് നമ്മുടെ ബ്രെയിൻ. പക്ഷേ ഈ ബ്രെയിൻ സെൽസിനെ ന്യൂറോൺസ് എന്ന് പറയും. ന്യൂറോൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വഴിയാണ് നമുക്ക് ഓർമ്മിക്കാനും അല്ലെങ്കിൽ കാണുവാനും കേൾക്കുവാനും ഇങ്ങനെയുള്ള സെൻസേഷൻസും ഒക്കെ പോസിബിൾ ആവുന്നത് ന്യൂറോൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് വഴിയാണ്. അപ്പോൾ ഈ ന്യൂറോൺസിൻ്റെ കമ്മ്യൂണിക്കേഷൻസൊക്കെ പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ബ്രെയിൻ വളരെ കാം ആൻഡ് റിലാക്സ്ഡ് ആയിരിക്കണം. സ്ട്രെസ്സും ആങ്സൈറ്റിയും പേടിയും അതല്ല ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ കൂടുതൽ മരുന്നുകളൊക്കെ കഴിക്കുക, ഇതൊക്കെ വരുമ്പോൾ ഈ ന്യൂറോൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അവർ തമ്മിലുള്ള ആശയവിനിമയമൊക്കെ വളരെ മന്ദഗതിയിൽ നടക്കുകയുള്ളൂ. ഇത് നമ്മുടെ പഠനത്തെ ബാധിക്കും. അപ്പം അതുകൊണ്ടിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, അത് ശ്രദ്ധിക്കുക. പാരൻസും കുട്ടികളും എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ ബ്രെയിൻ കുറച്ചും കൂടി ആക്റ്റീവാക്കാൻ വേണ്ടിയിട്ട്, ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ മസ്റ്റായിട്ട് എക്സസൈസസും പ്രാണായാമം, യോഗ, മെഡിറ്റേഷൻ ഇവയെല്ലാം ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് പഠിക്കുന്നതിനൊക്കെ മുന്നേ ആയിട്ട് ഒരു 10 മിനിറ്റൊക്കെ പ്രാണായാമമോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ ചെയ്യുന്നത് ബ്രെയിനിൻ്റെ മെമ്മറി പവറും കോൺസെൻട്രേഷൻ പവറും ഒക്കെ കൂട്ടാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ഇതിനെല്ലാത്തിനും പുറമേ നമുക്കൊരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളുടെ എക്സാംസിനെ വിജയകരമായി നമുക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കണം. അപ്പോൾ പരീക്ഷാ പേടിയൊക്കെ നമ്മളിൽ നിന്ന് അകന്നകന്ന് പോകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഫോളോ മൈ ചാനൽ.